മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. ഉപരിവർഗത്തിന്, കുബേരവർഗത്തിന് വലിയ സാധ്യതകൾ, വലിയ ശമ്പള വർധനവും ഒക്കെ ഇവിടെ കൊടുക്കുമ്പോഴും ഈ അടിത്തട്ടിനെ, സാധാരണക്കാരെ, അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കേഴ്സ്, ഇവരെയൊക്കെ പാടെ അവഗണിക്കുന്ന, യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ഒരു ജോലി മേഖലയായിട്ട് ഈ ആശാ വർക്കേഴ്സ് മാറിയിരിക്കുകയാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് ടെൻഷനില്ല, അവരെ ജോലിയിൽ നിന്ന് ഏത് സമയത്തും പിരിച്ചുവിടാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അങ്ങനെ ജോലി ഉപേക്ഷിച്ചു പോയാൽ അവർക്ക് പിന്നീട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ രംഗത്തും പാടെ അവഗണന മാത്രം ലഭ്യമാക്കുന്ന ആശാ വർക്കേഴ്സ്, പേരിൽ മാത്രമേ ആശയുള്ളൂ, യാഥാർത്ഥ്യം ജീവിതത്തിൽ മുഴുവൻ നിരാശയാണ്. ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ, പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം. അവരെ മനുഷ്യരായി പരിഗണിക്കണം. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവേദ്യമാകണം. അതുകൊണ്ട് ഇവരാവശ്യപ്പെടുന്ന ന്യായമായ ശമ്പളം, അലവൻസുകൾ, അവരുടെ പെൻഷൻ സംബന്ധിച്ചുള്ള ധാരണകൾ, ഇതെല്ലാം കൃത്യമായി ഒരു ചർച്ചയിൽ കൂടി ഞാൻ ഇടതുപക്ഷ സർക്കാരിനോട് വയ്ക്കുന്ന അഭ്യർത്ഥന ഇതാണ്. നമ്മുടെ ഈ കാലാൾപ്പട ഇനിയും വെയിൽ കൊള്ളിക്കാതെ, അവരുടെ ക്ഷമ പരീക്ഷിക്കാതെ, ഞാൻ അറിയുന്ന 20-ാം തീയതി ഇവിടെ ഒരു മഹാസംഗമം നടത്താൻ പോവുകയാണ്. കേരളത്തിലുടനീളമുള്ള ആശാ വർക്കേഴ്സ് മുഴുവൻ കേരളത്തിന്റെ തലസ്ഥാനത്ത് സംഗമിക്കുകയാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, ഇനി കരഞ്ഞാൽ മാത്രം പോരാ, സമരം ചെയ്യേണ്ടി വരും, എന്നാലേ പാല് ലഭിക്കുള്ളൂ എന്നുള്ള അവസ്ഥയിൽ മറ്റു മാർഗമില്ലാതെ അവരിവിടെ സംഗമിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സർക്കാർ ഇടപെടൽ നടത്തി ഇവരുടെ ന്യായമായ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വയ്ക്കാനുള്ളത്. നമ്മുടെ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നുണ്ട്, അതൊക്കെ അറിയാം. പക്ഷേ അതിന്റെ മധ്യത്തിലും അടിത്തട്ടിനെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. മറ്റു മേഖലകളിലെ ചെലവുകൾ കുറച്ച് അടിത്തട്ടിന് കൂടുതൽ പണം ലഭ്യമാക്കുന്ന, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയവ്യത്യാസത്തിലേക്ക് സർക്കാർ കടന്നു വരണം.